ജോർജറ്റ് വൈറ്റ്സിൽ വരുന്ന പാർട്ടി വെയർ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ഈ കാണുന്നത്. ഈ വന്നിരിക്കുന്നത് സെൽഫ് സീക്വൻസ് ആരി വർക്കിൽ പോലെ ചെയ്തിട്ട് ഫുൾ കട്ട് ബീഡ്സ് ആണ് പോയിരിക്കുന്നത്. കണ്ടോ, ഞാനിങ്ങനെ കൈ അടിയിൽ കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരണേന്നുള്ളത് മനസ്സിലാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 595 ആണ്, പെർ മീറ്റർ 595. ഇത് ആക്ച്വലി ഡയബിൾ ആണ്. പക്ഷേ ഡാർക്ക് ടോൺസിലോട്ട് ഞാനിത് പ്രിഫറബിളി ഡാർക്ക് ടോൺസ് ചെയ്യാൻ പറയാറില്ല. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ഈ കട്ട് ബീഡ്സിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ കളറിലേക്ക് വരണമെന്നില്ല. പക്ഷെ പേസ്റ്റൽ ടോൺസിലേക്ക് വരുമ്പം ഇത് സ്ലൈറ്റ് ആയിട്ട് ഒരു വൈറ്റിഷ് ആയിട്ട് ഫീൽ ചെയ്താലും അതൊരു പാർട്ടി ലുക്കായിരിക്കും, ഫുള്ളി എംബ്രോയിഡേർഡ് ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ടോപ്പായിട്ട് വേറൊരു പീസും കൂടെ സ്കേർട്ട് ടോപ്പൊക്കെ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് കണ്ടോ, ഒരു റെയിൻബോ പോലെയാണ് ഇതിന് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഓരോ ഡിസൈൻസ് ത്രെഡ്സിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ സീക്വൻ ആയിട്ട്. പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു, പേസ്റ്റൽ ടോൺസിൽ ചെയ്യാനാണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് 1095 ആണ്. കാരണം അത്രയും ഹെവി ആയിട്ട് വർക്ക്ഡ് ആണ്. കണ്ടോ, കട്ട് ബീഡ്സ് ആയിട്ടാണെങ്കിലും. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു ഫംഗ്ഷന് വൈറ്റ്സിൽ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ആക്ച്വലി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ സാരി ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. ഇത് കണ്ടോ, അത്ര അങ്ങ് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ വൈറ്റും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എലഗൻസും ഉണ്ട് താനും. അങ്ങനെ ചെയ്യാൻ നല്ലതാണ്. സൽവാസ് ആയിട്ട് ചെയ്യാൻ നല്ലതാണ്. സ്കേർട്ട് ടോപ്സ് ആണെങ്കിൽ ഇത് ടോപ്പും മറ്റത് ചെറിയ പേൾസ് ഉള്ളത് സ്കേർട്ടും ടോപ്പും ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാണ്. പല രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ റേറ്റ് 1095 വരുന്നുണ്ട്, മറ്റത് 595 ആണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് കൂടുതൽ ഡൈ ചെയ്യുന്നതായിരിക്കും നല്ലത്.